ഇനി വെള്ളം തേടേണ്ട മസല. തയമ്മം ചെയ്യാന്ന് പറഞ്ഞ സ്ഥലത്ത് വെള്ളം ഇല്ലെങ്കിൽ തയമ്മം ചെയ്യാന്നൊരു കാരണം പറഞ്ഞല്ലേ. അപ്പൊ വെള്ളം ഉണ്ടോ ഇല്ലേന്ന് അന്വേഷിക്കണോ വേണ്ടേ? വലൈസ അലൽ മുത്തയമ്മിമി, തയമ്മം ചെയ്യുന്ന ആളിന് നിർബന്ധമില്ല. എന്ത് നിർബന്ധമില്ല? അയ്യത്തുലുബൽ മാ എന്നാണ്. വെള്ളം അന്വേഷിക്കല് ഉണ്ടോ എന്ന് തേടല് നിർബന്ധമില്ല എന്ന്. അതിന് കൈത് പറയുന്നത് ഇതാലം യഗ്ലിബ് അലാ ലന്നിഹി അന്ന ബി ഖുർബിഹി മാഅൻ, ഇവന്റെ ലന്നിൽ ഗാലിബായില്ലെങ്കിൽ, അന്ന ബി ഖുർബിഹി മാഅൻ, ഇവൻ ഉള്ളത് എന്താണ് മിസ്ർ അല്ലാത്ത, മിസ്റിന്റെയും എന്താണ് ഇവനുള്ള സ്ഥലത്തിന്റെ ഇടയിൽ ഒരു മീല് ദൂരമുള്ള, അങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ ഇവന്റെ അടുത്ത് വെള്ളം ഉണ്ട് എന്നത് ഗാലിബല്ലെങ്കിൽ, ഉണ്ട് എന്ന മികച്ച ധാരണ ഇല്ലെങ്കിൽ വെള്ളം തേടൽ നിർബന്ധമില്ല. അപ്പൊ മികച്ച ധാരണ ഉണ്ടെങ്കിൽ വെള്ളം തേടൽ നിർബന്ധമായി. അപ്പൊ ഉണ്ടോന്ന് അവിടെ എവിടെയെല്ലാം പോയി നോക്കണം. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ തയമ്മം ചെയ്യാവൂന്നായി. വലൈസാലൽ മുത്തയമ്മിമി ഇദാലം യഗ്ലിബ് അലാ ലന്നിഹി അന്ന ബി ഖുർബിഹി മാഅൻ അയ്യത്തുലുബൽ മാഅ. പിന്നെ അപ്പൊ ഇത് എന്താണ്, ഈ തരിശുഭൂമിയിലാണെന്ന് പറയുന്നുണ്ട്, തേടല് നിർബന്ധമില്ല എന്ന് പറഞ്ഞു. അപ്പൊ കെട്ടിടങ്ങളും മറ്റുമൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിലോ, അപ്പൊ അവിടെ ഏതായാലും വെള്ളം തേടണം. കാരണം ആരുടെയും കയ്യിൽ വെള്ളം ഉണ്ടാവുമല്ലോ, ഇവന്റെ അടുത്തില്ലെങ്കിലോ. അപ്പൊ ഈ പറഞ്ഞത് ഫലവാത്തിലാണ്, ഉംറാനിലാണ് എന്നുണ്ടെങ്കിൽ തൊലബ് നിർബന്ധമാണ് പിന്നെ എന്ന് പറഞ്ഞു. അപ്പൊ എത്ര തേടേണ്ടത്, എവിടം വരെ തേടേണ്ടത്? മിഖ്ദാറുൽ ഖൽവത്ത് വരെ പോയി തേടണം എന്നാണ്. മിഖ്ദാറുൽ ഖൽവത്ത് എന്ന് പറഞ്ഞാൽ 300 മുഴം മുതൽ 400 മുഴം വരെയുള്ള ദൂരാണ്. അപ്പൊ 300 മുഴം വരെ പോയി തേടല് നിർബന്ധം, 400 മുഴം വരെ പോയി തേടല് മുസ്തഹബു ആയിട്ട് 300 മുതൽ 400 മുഴം വരെയുള്ള സ്ഥലത്താണ് ഇതിനുള്ളിടത്തുനിന്ന് പരിസരത്ത് പോയി തേടേണ്ടത് എന്നാണ്. അത് 300 മുതൽ 400 വരെ എന്ന് പറഞ്ഞത് എത്ര മീറ്ററാ? ഒരു 138 മീറ്റർ മുതൽ 184 മീറ്റർ വരെയാണ്. അപ്പൊ 138 മീറ്റർ ചുറ്റും എന്താണ് ഇവനുള്ളതിന്റെ ചുറ്റുഭാഗത്ത് 4 ഭാഗത്തും പോയി നോക്കല് നിർബന്ധ. 184 മീറ്റർ വരെ ആകുമ്പോ അത് മുസ്തഹബുമാണ്. ഇത്രയാണ് തേടേണ്ടത്. അത് 46 ആണല്ലോ, ഒരു ദിറാഅ് 46 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ അതിനെ 300 കൊണ്ട് ഗുണിച്ചാൽ ഈ പറഞ്ഞ കിട്ടും. പിന്നെ ഇനി വൈദാ ഖലബ അലാ ലന്നിഹി അന്ന ഹുനാക മാഅൻ, അപ്പൊ ഇവന്റെ ലന്നില് ധാരണയില് ഗാലിബായി അന്ന ഹുനാക മാഅൻ, അവിടെ വെള്ളമുണ്ട്. അതെങ്ങനെ? അതെന്തെങ്കിലുമൊക്കെ അടയാളം കണ്ടിട്ട്, അല്ലെങ്കിൽ എന്താണ് പിന്നെ വെള്ളത്തിന്റെ അടയാളം ഒന്നില് കിണറിന്റെ കൈവരി കാണുന്നുണ്ട്, അപ്പൊ കിണറുണ്ട് എന്ന് മനസ്സിലായല്ലോ കുറെ ദൂരത്ത്. അപ്പൊ അവിടെ പോയി നോക്കുമ്പോ ചിലപ്പോൾ വെള്ളം ഉണ്ടായിക്കോണമെന്നില്ല, കിണറ്റ് വെള്ളം ഉണ്ടായാലും നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ എന്താണ് അടയാളം കണ്ടിട്ട് എന്താകാം അങ്ങനെ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് ചോദിച്ചപ്പോ അവിടെ വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ. എന്നാൽ എല്ലാം യജുസുലഹു യതയമ്മമ ഹത്താ യത്ലുബഹു, ഇവന് വെള്ളം ഉണ്ടോ ഇല്ലേ എന്ന് തേടുന്നത് വരെ എന്താവൂല, തയമ്മം ചെയ്യൽ അനുവദനീയല്ല എന്നാണ്. പിന്നെ അപ്പൊ വൈങ്കാനമായ റഫീഖി മാവുൻ, അപ്പൊ എന്താണ് ഒലബത്തിൽ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തയമ്മം ചെയ്യണം, ഇല്ലെങ്കിൽ അല്ല വെള്ളം തേടണം, ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. ഇനി ഇവന്റെ കൂട്ടുകാരുടെ കൂടെ എന്താണ് സഹയാത്രികരുടെ കൂടെ വെള്ളമുണ്ട് എന്നാ ഓനോട് ചോദിക്കണോ? വൈങ്കാനമായ റഫീഖി മാവുന്, റഫീഖ് റുഫഖത്ത് എന്ന് പറഞ്ഞാൽ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാ. അപ്പൊ ഇവന് യാത്രയിലാണ്, ഇവന്റെ അടുത്തുള്ള വെള്ളമൊക്കെ കഴിഞ്ഞ് വേറൊരുത്തന്റെ അടുത്തുണ്ട്, ചോദിക്കണോ വേണ്ടേന്നാ. തൊലബഹു മിൻഹു, അവനിൽ നിന്ന് ആ വെള്ളം അന്വേഷിക്കണം, ചോദിക്കണം. ഖബിലയത്തയമ്മ, തയമ്മം ചെയ്യുന്നതിന് മുമ്പ് അവനോട് വെള്ളം ചോദിക്കണം. വെള്ളം തരല് ഒരു മിന്നത്തൊക്കെയാണ്, എന്നാലും എന്താണോ അത് ചോദിക്കണം എന്നോ. അപ്പൊ അങ്ങനെ വെള്ളം ചോദിച്ച് തന്നില്ലെങ്കിലോ ഫൈൻ മനാഹു മിൻഹു, അപ്പൊ ആ റഫീഖ്, ആ കൂട്ടുകാരൻ എന്താക്കി, വെള്ളത്തിനെ തടഞ്ഞു.
മനാഹു ഇവനെ തടഞ്ഞു, മിൻഹു ആ വെള്ളത്തിൽ നിന്ന് തടഞ്ഞു, വെള്ളം കൊടുത്തില്ല. അപ്പൊ തയമ്മമ ഇവൻ തയമ്മം ചെയ്യണം. വസല്ല തയമ്മം ചെയ്ത് നിസ്കരിക്കണം. കാരണം എന്താ? അജിസ് ഉറപ്പായല്ലോ, വെള്ളം ഇല്ല എന്നുള്ള ഉറപ്പായല്ലോ. വെള്ളം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വെള്ളം എന്താണ്? ആ മൗജൂദായത് കൊണ്ട് കാര്യമില്ലല്ലോ, അത് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ ഇവന് കിട്ടണ്ടേ. അപ്പൊ അത് കിട്ടുന്നില്ല. പൈസ കൊടുത്ത് വാങ്ങണോ? വലോ അബാ എഴുത്തിയഹു ഇല്ലാ ബി സമനിൽ മിസിലി വൈന്ദഹു സമനുഹു ലായി ജുസിയു തയമ്മുമു. അതെ, ഓനോട് വെള്ളം ചോദിച്ചോ പൈസ വേണമെന്ന് പറഞ്ഞു. പൈസ സാധാരണ വെള്ളത്തിനുള്ള വിലയാണ്. 1 ലിറ്ററിന് 20 റുപ്യല്ലേ ഇപ്പൊ സാധാരണ ഉള്ള വില. അതിൽ കൂട്ടി വെക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് ചിലയിടത്തെല്ലാം. അപ്പൊ ഈ സമന മിസില് എന്താണ്? വെച്ച് പൈസ വെച്ച് വെള്ളമുണ്ട് 1 ലിറ്റർ 20 റുപ്യ തരണം എന്ന് പറഞ്ഞാല് ഇവന്റെ കയ്യിൽ പൈസ ഉണ്ട്, വൈന്ദഹു സമനുഹു, എന്നാല് തൈമം ചെയ്യാൻ പറ്റൂല, വെള്ളം വാങ്ങി തന്നെ ഉപയോഗിക്കണം എന്നാ. അപ്പോ അതിനേക്കാൾ അധികം ചോദിച്ചാലോ? അധികം ചോദിച്ചാൽ കൊടുക്കണ്ട, പിന്നെ വെള്ളം വാങ്ങേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ എന്ത് ചെയ്യാം? തൈമം ചെയ്യാം എന്നാണ്. അപ്പൊ അത്രയാണ് ഇത് തൈമത്തിന്റെ മസല. ഇനി ബാബുൽ മസഹി അലൽ ഹുഫൈനി, ഹുഫന്റെ മേലിൽ തടകുന്ന മസല. അത് ഒളുവിന്റെ ബാക്കിയാണല്ലോ. കാല് കഴിയുന്നതിന് പകരം ഹുഫ തടകുക. അടൽ മസുഹു അലൽ ഹുഫൈനി ജായിസും ബിസുന്നത്തി എന്നാണ്. മിൻകുല്ലി ഹദസിൻ മൂജിബിൻ ലിൽ വുളൂഇ. ഹുഫന്റെ മേലിൽ തടകുക എന്നുള്ളത് ജായിസുൻ, അത് ജായിസാണ്, നിർബന്ധമില്ല, കഴിയാലും മതിയല്ലോ. ഹുഫ ഊരിട്ടാണ് കഴിയാ പോരെ. അപ്പൊ അതുകൊണ്ടാ ജായിസുൻ എന്ന് പറഞ്ഞ്. ബിസുന്നത്തി, സുന്നത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. സുന്നത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നർത്ഥം. ഹദീസ് കൊണ്ടാണ് സ്ഥിരപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് ചെയ്തതുകൊണ്ട്. അപ്പോ സുന്നത്ത് എന്ന് പറയണമല്ലോ. പിന്നെ സുന്നത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അത് മിൻകുല്ലി ഹദസിൻ, എപ്പോഴാണ് ഹുഫ തടയുക? എല്ലാ ചെറിയ അശുദ്ധിയെ തൊട്ടും, മൂജിബിൽ വുളൂഇ, വുളൂവിനെ നിർബന്ധാക്കുന്ന അശുദ്ധിയെ തൊട്ട്. അപ്പൊ കുളി നിർബന്ധമായാലോ? കുളി നിർബന്ധമായാലും കുളിച്ച് വന്നിട്ട് എന്താണ്? കാല് കഴിയുന്നതിന് വേറെ ഹുഫ തടയാ പോരാ, ഹുഫ അഴിച്ച് കഴുകണം. പിന്നെ ആ പറഞ്ഞതിലൊന്നും മദ്ഹബുകള് ഷാഫി മദ്ഹബ് ഹനഫി മദ്ഹബായിട്ട് വ്യത്യാസമൊന്നുമില്ല. ഹുഫ തടകൽ ജായിസാണ് സുന്നത്ത് കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സുന്നത്ത് കൊണ്ട് ഇത് ജായിസാണ് എന്ന് പറയുമ്പോ ഖുർആനിൽ പറഞ്ഞതിൽ ഇല്ലാന്നല്ലേ. അപ്പൊ ഖുർആനില് കാല് കഴുകണം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അവിടെ ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറുഊസ് എന്ന് കഴിഞ്ഞിട്ട് വഅർജുലിക്കും എന്നൊരു ഖിറാഅത്തുണ്ട്. വംസഹൂ ബിറുഊസിക്കും വഅർജുലിക്കും എന്ന് ജറിന്റെ ഖിറാഅത്തായാല് തലന്റെ മേലെ അത്ഫ് ചെയ്താല് അപ്പൊ തല തടകണം കാലും തടകണം എന്നല്ലേ വരിക. കാല് തടകണം എന്ന് പറഞ്ഞാലും അങ്ങനെ ഖിറാഅത്തുണ്ട്. ആ ഖിറാഅത്ത് വെച്ച് ഇങ്ങനെ അർത്ഥം പറയല് ശരിയാവൂല എന്ന്. കാരണം എന്താ? അത് വേറെ ന്യായമാണ്, ജറിന് ന്യായം പറയാൻ. ഇങ്ങനെ അർത്ഥം പറയാ എന്ന് പറഞ്ഞാല് ഹുഫ തടകുന്ന സ്ഥലത്ത് എന്തില്ല? കഅബ അടക്കം എന്താണ്? അർജുലക്കും ഇലൽ കഅബൈനി എന്നല്ലേ. ഞെരിയാണി ഉൾപ്പെടെ തടകുക എന്ന് പറഞ്ഞ സംഭവമില്ല ഹുഫ തടകും. ഹുഫ തടകുമ്പോ ഷാഫി മദ്ഹബ് ആയാലും ഹനഫി മദ്ഹബ് ആയാലും ഇങ്ങനെ വരയായിട്ട് തടകുക എന്നുള്ളത്. നമ്മൾ തൈമത്തിന്റെ അവിടെ ഇസ്തിയാബ് ആണെന്ന് പറഞ്ഞല്ലേ. അങ്ങനെ എന്താണ്? പൂർണ്ണമായും തടകുന്ന രൂപമില്ല. അപ്പൊ ഇനി അർജുലക്കും എന്നാണ്, അല്ലെ അർജുലിക്കും എന്നാണ്, രണ്ടായാലും അത് ഹുഫ തടകുന്നതിനെ കുറിച്ചല്ല. അപ്പൊ ഖുർആൻ കൊണ്ട് എന്ത് സ്ഥിരപ്പെട്ടിട്ടില്ല? ഹുഫ തടകൽ അനുവദനീയാണെന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടില്ല. ജായിസും ബിസുന്നത്തി എന്ന് പറഞ്ഞു. അപ്പൊ ഖുർആനിൽ പറഞ്ഞതിനേക്കാൾ അധികമായ ഒരു കാര്യം എന്താണ് സ്ഥിരപ്പെടണമെന്നുണ്ടെങ്കിൽ ഹനഫി മദ്ഹബിന്റെ ഉസൂലുൽ ഫിഖ് അനുസരിച്ച് ഒന്നീ മുത്തവാത്തിറായ ഹദീസ് കൊണ്ട് അല്ലെങ്കിൽ മഷഹൂറും മുസ്തഫീദുമായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടണം. കാരണം ഖുർആൻ എന്ന് പറഞ്ഞത് ഖത്ഈയായ തെളിവാണ്. അപ്പൊ ഖബർ ആഹാദ് എന്ന് പറഞ്ഞത് എന്തല്ല? ഖത്ഈയായ തെളിവല്ല. അപ്പൊ അതുകൊണ്ട് മുത്തവാത്തിറോ മുസ്തഫീദോ ആയ
ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടണം. സിയാദത്തുൻ അലൽ ലാ യജൂസു സിയാദത്തു അലൽ കിതാബി ബി അഖ്ബാറിൽ ആഹാദി എന്ന് അവരുടെ ഉസൂലുൽ ഫിഖ്ഹിലുണ്ട്. ഖുർആനിൽ പറഞ്ഞത് ഇപ്പൊ എന്താണ്? മുഖം കഴുകണം അല്ലെ, പിന്നെ കൈ കഴുകണം, പിന്നെ തല തടയണം, കാല് കഴുകണം. അപ്പൊ ഹുഫാടാലോ? ഹുഫാടാല് ഖുർആനിലില്ല. ഹദീസ് കൊണ്ട് ഈ പറഞ്ഞതിലേക്ക് ഒദുവിലേക്കാണല്ലോ ഇത് കൂട്ടുന്നത് അല്ലെ. അപ്പൊ അതിന് ഹദീസുകൾ എന്താകണം? മുസ്തഫീദാകണം എന്നാണ്. അപ്പോ ഹുഫ തടകുന്ന ഹദീസുകൾ മുസ്തഫീദത്താണ്. ചിലർ മുത്തവാത്തിറാണെന്ന് പറഞ്ഞവരുണ്ട്. 100 ചില്ലാനും സഹാബത്തിനെ തൊട്ടത് മർവിയായിട്ടുണ്ട് എന്ന് എന്താണ് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹുഫ തടകൽ നിഷേധിച്ചാലും മുബ്തദിയാവുന്ന ഇവിടെ ലുബാബിൽ പറയുന്നുണ്ട്. ഹത്താഖീല ഇന്നമല്ലം യറഹു കാന മുബ്തദിയാ. അപ്പൊ ഹുഫ തടകല് എന്താണ്? അഭിപ്രായപ്പെടാത്ത മുബ്തദിയാന്ന് എങ്ങനെ? മുബ്തദി ബിദഅത്ത് സുന്നത്ത് എന്നൊക്കെ പറഞ്ഞ വിശ്വാസല്ലേ? അത് ഇഅ്തിഖാദല്ലേ? അതെ, ഇത് ജായിസായ കാര്യമാണ്. ശറയില് ജായിസായനെ ജായിസ് എന്ന് വിശ്വസിക്കണ്ടേ? ജായിസിനെ ഹറാമെന്ന് വിശ്വസിച്ച ഇഅ്തിഖാദ് തന്നെയല്ലേ? അപ്പൊ അഅ്മാലുകളിലും എന്ത് വരും? വിശ്വാസം മാറിപ്പോയാല് ബിദ്അത്ത് വരും. പിന്നെ ഇമാമുൽ ആദം റളിയല്ലാഹു അൻഹു പറഞ്ഞ അബൂ ഹനീഫ ഇമാം പറഞ്ഞതുണ്ട്. അങ്ങനെ എന്താണ്? ഇത് നിഷേധിച്ചാൽ അയാളുടെ മേൽ കുഫ്ർ ഭയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ മസ്ഹുൻ അലൽ ഖുഫൈനി നിഷേധിച്ചാല് എന്താണ്? യുഖാഫു അലൈഹിൽ കുഫ്റു, കാഫിറായി മരിച്ചു, പേടിക്കണം. പിന്നെ അപ്പൊ സംഗതി ഒരു അമലാണ്, പക്ഷെ അത് നിഷേധിച്ചാൽ അങ്ങനെ വരും. അപ്പൊ അങ്ങനെ എന്താണ്? അഹ്ലുസുന്നത്തിന്റെ ഷിയാറായ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അത് അലി റളിയല്ലാഹു അൻഹുവിനോട് അഹ്ലുസുന്നത്ത് ആരാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞല്ലോ, പിന്നെ ഷെയ്ഖൈനിയെ മഹബത്ത് വെക്കുക, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അവരെ മഹബത്ത് വെക്കുക. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ എന്താണ്? വൽ മസ്ഹു അലൽ ഖുഫൈനി എന്നും പറഞ്ഞിട്ടുണ്ട്. മസ്ഹുൻ അലൽ ഖുഫൈനി അംഗീകരിക്കണം, എന്നാലേ സുന്നിയാവുള്ളൂ, നിഷേധിച്ചാൽ സുന്നിയാവൂല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ മൗലിദ് ഓതലും സിയാറത്ത് നടത്തലും എന്ന പോലെ അങ്ങനത്തെ അഹ്ലുസുന്നത്തിന്റെ ഷിയാറായ കാര്യങ്ങൾ, നിസ്കാരം കഴിഞ്ഞാൽ കൂട്ടുപ്രാർത്ഥന നടത്തുക, ഇങ്ങനെയല്ല. ഇതിനെ ഇൻകാർ ചെയ്ത് കഴിഞ്ഞാൽ വിദേഹത്ത് വരും. പിന്നെ മിൻകുല്ലി ഹദസിൻ മൂജിബിൻ ലിൽ വുളൂഇ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് സുന്നത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. വുളൂവിനെ നിർബന്ധാക്കുന്ന എല്ലാ അശുദ്ധിയിൽ നിന്നും ഹുഫ തടകല്. ഈ ഹുഫ തടകുമ്പോ ഹുഫ തടകണം എന്നുണ്ടെങ്കിൽ പിന്നെ പറയാം, അതിന് ചില ഷർത്തുകളുണ്ട്. ഇപ്പൊ ചിലരെല്ലാം എന്താണ് ഈ സോക്സിന്റെ മേലിൽ തടവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷൂസ് ധരിച്ചിട്ട് തടവും. അത് ശരിയാവില്ല. അതിന്റെ ഷർത്തത്തെ ഷൂ ആണെന്നുണ്ടെങ്കിൽ ശരിയാവും. ഇപ്പൊ അങ്ങനെ എന്ത് ഹുഫയായിട്ട് തന്നെ പല മുസ്ലിം രാജ്യങ്ങളിലും അറിയപ്പെട്ട സാധനങ്ങളുണ്ട്. അത് ധരിച്ചിട്ട് എന്ത് ആലിമീങ്ങളും അല്ലാത്തവരും ഒക്കെ തടകുന്നുമുണ്ട്. ഇത് പഴയകാലത്തെ മസലയൊന്നുമല്ല, ഇപ്പോഴും നിലവിലുള്ള. അപ്പൊ ഷർത്ത് പിന്നെ പറയാം, ഷറയിൽ വരുന്നുണ്ട്. അപ്പൊ ഇനി വൈദാ ലബിസൽ ഹുഫൈനി, ഒരാള് ഹുഫ ധരിച്ചു, അലാ ത്വഹാറത്തിൻ കാമിലത്തിൻ, കാമിലായ ത്വഹാറത്തിന്റെ മേലെ ഹുഫ ധരിച്ചു. സുമ്മാ ഹദസ, ഹുഫ ധരിച്ചതിന് ശേഷം എന്തായി? അശുദ്ധി ഉണ്ടായി. അപ്പോ ഒരു ഷർത്താണ് ഇപ്പൊ പറഞ്ഞത്, ഹുഫ തടകല് അനുവദനീയമാണ്. എന്താണോ? ഹുഫ ധരിക്കുമ്പോ ഇവൻ ഒതുള്ളവനായിരിക്കണം, കാമിലായ ത്വഹാറത്തുള്ളവനായിരിക്കണം, എന്നിട്ട് ധരിക്കണം. അപ്പൊ കാല് കഴുകാതെ ധരിച്ചിട്ട് കാര്യമില്ല. അതിന്റെ മുമ്പ് മുഖവും കയ്യും ഒക്കെ കഴുകിയിട്ട് കാല് കഴുകിയിട്ടില്ല, എന്നിട്ട് ഹുഫ ധരിച്ച് എന്നാ മതിയാവില്ല. അപ്പൊ കാമിലായ ത്വഹാറത്ത് ഉണ്ടായിട്ട് സുമ്മാ ഹദസ, പിന്നെ ചെറിയ ശുദ്ധി ഉണ്ടായി. അപ്പൊ ഫൈൻകാന മുഖീമൻ, ഇവൻ മുഖീമാണെങ്കിൽ മസഹ യൗമൻ വലൈലത്തൻ, ഒരു രാത്രിയും പകലും ഹുഫ തടകാം. എന്ന് പറഞ്ഞാല് ഇപ്പൊ ചെറിയ ശുദ്ധി ഉണ്ടായല്ലോ, ഒതു മുറിഞ്ഞ്, ഇനി ഒതെടുക്കാണ്. ഈ ഒതെടുക്കുന്നത് മുതൽ ഒരു ദിവസം കഴിയുന്നതിന്റെ ഇടയിൽ എത്ര തവണ ഒതെടുത്താലും, മുറിഞ്ഞത് കൊണ്ട് ഒതെടുത്തതാണ്, എത്ര തവണ ഒതെടുത്താലും ഇവൻ എന്ത് ചെയ്താൽ മതി? ആ ഹുഫന്റെ മേൽ തടകിയാൽ മതി. അത് അഴിച്ചിട്ട് കാല് കഴുകേണ്ട ആവശ്യമില്ല എന്ന്. വൈങ്കാന മുസാഫിറിൻ, ഇവ യാത്രക്കാരനാണെങ്കിലോ മസഹ സലാസത്ത അയ്യാമിൻ വലയാലിഹ, 3 ദിവസം തടകാം.
അതിന്റെ രാത്രിയോടുകൂടെ. അപ്പൊ 3 ദിവസവും ഈ ഒരു ദിവസവും എന്ന് പറഞ്ഞത് ഇപ്പം നേരത്തെ പറഞ്ഞതിന് മനസ്സിലായി എന്താണ് അശുദ്ധി ഉണ്ടായത് മുതലാണ് തുടങ്ങുന്നത് എന്നല്ലേ. സുമ്മാഹിദസ എന്ന് പറഞ്ഞതിന് ശേഷമാണല്ലോ പറഞ്ഞത് ഒരു ദിവസം തടകാം അല്ലെങ്കിൽ 3 ദിവസം തടകാം എന്ന്. അപ്പൊ ഹുഫ ധരിച്ചത് മുതലല്ല 3 ദിവസം കൂട്ടുക, പിന്നെ അതിന്റെ ശേഷം ഉണ്ടായ ഒതു മുറിഞ്ഞത് മുതലാണ്. അപ്പൊ രാവിലെ ഹുഫ ധരിച്ചിട്ട് പുറപ്പെട്ടു യാത്രക്കാരനാ. എന്നിട്ട് എന്തായി? അല്ല, യാത്രയിൽ ധരിച്ച് വൈകുന്നേരമാണ് അല്ലെങ്കിൽ രാത്രിയാണ് ഒതു മുറിഞ്ഞത് നിൽക്കുക. എന്നാൽ രാത്രി മുതൽ ഇങ്ങനെ 3 ദിവസം കൂട്ടാം. അല്ലെങ്കിൽ നാട്ടിൽ താമസിക്കുന്നവനാണോ രാവിലെ തന്നെ ഹുഫ ധരിച്ചു, പക്ഷെ വൈകുന്നേരമാണ് എന്ത് ചെയ്ത് ഒതു മുറിഞ്ഞത്. എന്നാൽ വൈകുന്നേരം മുതൽ പിറ്റേന്ന് വൈകുന്നേരം വരെ. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ എന്താവൂല, ഒരു ദിവസം അല്ലെങ്കിൽ 3 ദിവസം തീരൂല. അതായത് ഇബ്തിദാഉ ഹദസി, ആ 3 ദിവസം അല്ലെങ്കിൽ ആ ഒരു ദിവസം തുടങ്ങുന്നത് ഏത് മുതലാണ്? അശുദ്ധി ഉണ്ടായതിന്റെ ഉടനെ മുതലാണ് എന്നാ. ഇത് ഹുഫ ധരിച്ചാല് അതിന്മേ തടകിയാ മതി, കാല് കഴുകേണ്ടതില്ല എന്ന് പറഞ്ഞതിന് ഹനഫി മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറയുന്ന ഒരു ഹിക്മത്ത് എന്ന് പറഞ്ഞാല്, ഈ ഹുഫ ധരിച്ചാല് കാലിലേക്ക് അശുദ്ധി വ്യാപിക്കൂലെന്ന. കാലിലേക്ക് അശുദ്ധി വ്യാപിക്കുമ്പോഴാണല്ലോ കാല് കഴുകേണ്ടി വരിക. അത് വ്യാപിക്കുന്നതിന് തടസ്സാണ് ഈ ഹുഫ ധരിച്ചത്. അപ്പൊ അതുകൊണ്ട് അതിന്മേ തടയാ മതി എന്നാ. ഇനി എങ്ങനെ ഹുഫ തടകേണ്ടത് എന്നാ പറയുന്നത്? വൽമസ്ഉ അലൽ ഹുഫൈനി അലാ ലാഹിരിഹിമാ ഖുതൂതൻ ബിൽ അസാബിഇ, ഹുഫന്റെ മേൽ തടകലാകുന്നത് അലാ ലാഹിരിഹിമാ, അത് രണ്ടിന്റെയും ലാഹിറിന്റെ മേലാണ്. അതിന്റെ പുറത്താണ്, മുകൾ ഭാഗത്താണ് എന്നർത്ഥം. മുകൾ ഭാഗത്താകുമ്പോ അടിഭാഗത്ത് മതിയാവൂല, എന്ന പോലെ വശങ്ങളിലും മതിയാവൂല, എന്ന പോലെ പിൻഭാഗത്ത് അഖിബിലും മതിയാവൂല, എന്ന പോലെ സാക്ക് ഇങ്ങനെ മുകളിലോട്ടുണ്ടാവൂല. ഹുഫക്ക് എന്താണ് കദമും ഉണ്ടാവും സാക്കും ഉണ്ടാവും, കാലു പോലെ തന്നെ. അപ്പൊ അതിന്റെ പാദം വലിയ ഈ ജോലിക്കാരൊക്കെ ഇടുന്ന മുട്ടുവരെ എത്തുന്ന ഷൂ ഉണ്ടല്ലോ, അതുപോലെ ഉണ്ടാവും ഹുഫ. അത്രയും വേണമെന്നില്ല, ഞെരിയാനി പറഞ്ഞാൽ മതി. അപ്പൊ അതിന് പാദം ഉണ്ടാവും, എന്ന പോലെ കാലും ഉണ്ടാവും. അപ്പൊ ആ സാക്ക തടയാലും മതിയാവൂല, ഈ പറഞ്ഞ ആ ഹുഫയുടെ കദമിന്റെ ലാഹിറിൽ തന്നെ തടകണം. അതിന്റെ മുകളിൽ തടകണം. ആ തടകണം എന്ന് പറഞ്ഞ നിർബന്ധമാണ്, മറ്റൊരിടത്തൊന്നും ശരിയാവില്ല. പിന്നെ ഹുതൂത്തൻ ഹത്തുകളായി തടകണം, ബിൽ അസാബി, വിരലുകളെ കൊണ്ട് വരച്ച് തടകണം. അപ്പൊ തലയൊക്കെ തടവും പോലെ ഒന്നായിട്ടാണ് തടങ്ങിയാലോ, എന്നാലും മതി. ഈ ഹുതൂത്തൻ ബിൽ അസാബി എന്ന് പറഞ്ഞ മുസ്തഹബ, അത് സുന്നത്ത് എന്ന നിലക്കാണ് അപ്പറഞ്ഞത്. അല്ല ലാഹിരിഹിമ എന്ന് പറഞ്ഞത് നിർബന്ധം എന്ന നിലക്കുമാണ്. അപ്പൊ വിരലുകൊണ്ടല്ലാതെ അവന്റെ കൈയുടെ പള്ളയുടെ ഉള്ളുകൊണ്ട് ഇങ്ങനെ തടയാലോ, എന്നാലും മതിയാവും. പിന്നെ അങ്ങനെ ഹുത്തൂത്തായി തടകുമ്പോ പിന്നെ എവിടുന്നാ തുടങ്ങേണ്ടത്? യബ്ദഉ, ഇയാള് തുടങ്ങുന്നു റൂസി അസാബി റിജിലി, കാലിന്റെ വിരലുകളുടെ അറ്റത്ത് നിന്ന് തുടങ്ങുന്നു. എങ്ങോട്ട്? ഇലസാക്കി, സാക്കിലേക്ക്. അപ്പൊ അവിടുന്ന് തുടങ്ങി സാക്ക് വരെ എന്നാ. അപ്പൊ ആ പാദത്തിന്റെ മുകളിൽ വിരലിന്റെ തല മുതൽ ഇങ്ങനെ തുടങ്ങി ഇവിടെ അത്രയേ ഉള്ളൂ. അതാണ് പറഞ്ഞത് മുസ്തഹബാണ്. അപ്പൊ അങ്ങനെ അല്ലാതെ തിരിച്ചങ്ങോട്ടാക്കിയാലോ, സാക്കിന്റെ അവിടുന്ന് തിരിച്ചെന്ത് വിരലിന്റെ അറ്റത്തേക്ക് തിരിച്ചടയാലും മതിയാവും. പക്ഷെ ഈ പറഞ്ഞത് മുസ്തഹബായ രൂപമാണ്. അപ്പൊ രണ്ടും ഒപ്പം തടയുകയെന്നോ, രണ്ട് ഹുഫ ഉണ്ടാവുമല്ലോ, രണ്ടും ഒപ്പം തടയുകയെന്നോ. അപ്പൊ വലത്തെ കൈയിലും ഇടത്തെ കൈയിലും വെള്ളം നനച്ചിട്ട് രണ്ടും എന്ത് ചെയ്യുക, ഹുഫ കാലിന്റെ വിരലിന്റെ അറ്റത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് പിന്നോട്ട് വലിക്കുക ഒറ്റ തവണയായിട്ട്. അങ്ങനെയാണ് ഹനഫി മദ്ഹബിൽ ഹുഫ തടയുക. നമ്മളെ മദ്ഹബിൽ വ്യത്യാസമുണ്ട്. നമ്മളെ മദ്ഹബിൽ മുകളിലും താഴെയും കൂടി തടയുക എന്നല്ലേ. കാലിന്റെ കദമു മുതൽ അടിയിൽ നിന്ന് മുന്നോട്ടും തടയുക, എന്ന പോലെ വിരലിന്റെ അറ്റത്തുനിന്ന് പിന്നോട്ടും ഇങ്ങനെ തടയുക, ഇങ്ങനെ തടയുക. അപ്പൊ അത് ഒരു തവണയായിട്ട് തടയാൻ കഴിയൂല, പിന്നെ 2 തവണയായിട്ട് തടയുക. ഇത് ഒറ്റ തവണയായിട്ട് രണ്ടും തടയുക. അങ്ങനെയാണ് ഇതിന്റെ രൂപം. ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ തടകലാണ് എന്ത് മുസ്തഹബ്. അപ്പൊ അതിൽ നിർബന്ധമായ അളവെത്ര? അതാ ഇനി പറയുന്നത്. ഫർളു ദാലിക മിഖ്ദാറു സലാസി അസാബിഅ, ഇതില് ഫർള് 3 വിരലിന്റെ അളവാണ്. മിൻ അസ്ഗരി അസാബിൽ യദി, ഇയാളെ കയ്യിന്റെ വിരലിൽ നിന്ന് ഏറ്റവും ചെറിയ വിരല്, അതിൽ നിന്ന് 3 വിരലിന്റെ മിഖ്ദാറാണ്
3 വിരലിന്റെ മിഖ്ദാർ എന്ന് പറയുമ്പോ നീളത്തിലോ വീതിയിലോ? ഇങ്ങനെ 3 വിരൽ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഇത്രയാവുമ്പോ വീതിയാവൂലേ? അങ്ങനെ വീതി മാത്രല്ല, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് 3 വിരല് നീളത്തില്. അപ്പൊ 3 വിരൽ ഇങ്ങനെ വെച്ചാല് ആ 3 വിരലിന്റെ നീളം, 3 വിരലിന്റെ നീളം എന്ന് പറഞ്ഞാൽ 1 വിരലിന്റെ നീളം തന്നെ ആവുള്ളൂ. ഇങ്ങനെ 3 ഇങ്ങനെ 3 വിരൽ ഇങ്ങനെ പിന്നെയും വെക്കൂല, 3 വിരല് വീതിയിലും. അത്രയാണ് നിർബന്ധം. പിന്നെ അത് വിരല് കയ്യിന്റെ വിരല് എന്നല്ലേ ഇപ്പൊ പറഞ്ഞത്. എന്നാ ഇമാം കർഹി പറഞ്ഞിട്ടുണ്ട് കാലിന്റെ വിരലാണ്. അത് റാജിഹല്ല, അത് മർജുവാ. പിന്നെ ഇനി കീറിയ ഹുഫ ധരിക്കാൻ തടകാൻ പറ്റുമോ എന്നാണ് ഞാൻ പറയുന്നത്. വലായ ജൂസുൽ മസ്വ അല ഹുഫിൻ ഫീഹി ഖുർഖുൻ കബീറുൻ യബീനു മിൻഹു മിഖ്ദാറു സലാസത്തി അസാബിയ മിൻ അസാബിർ റിജ്ലി. ഷാഫി മദ്ഹബ് അനുസരിച്ച് കീറലുള്ള ഹുഫ തീരെ തടകാൻ പറ്റൂല. ഇതാണെങ്കിൽ ചെറിയ കീറലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തടകാം എന്നാ. അതാ വലായ ജൂസുൽ മസ്ഹു ജായിസ് അല്ല അല ഹുഫിൻ, ഒരു ഹുഫയുടെ മേലില് ഫീഹി, ആ ഹുഫയിലുണ്ട് ഖുർഖുൻ കബീറുൻ, വലിയ ഒരു കീറലുണ്ട്. യബീനു മിൻഹു, വലുത് എന്ന് പറഞ്ഞാല് അതിന്റെ വിശദീകരണം. പിന്നെ അതിൽ നിന്ന് ആ എന്താണ് കീറലിലൂടെ കാണുന്നുണ്ട്, ലാഹിറാകുന്നുണ്ട്. ബാന യബീനു എന്ന് പറഞ്ഞാൽ ലഹറ യൽഹറൂന. അപ്പൊ ലാഹിറാകുന്നുണ്ട്. മിഖ്ദാറു സലാസി അസാബിയ മിൻ അസാബി റിജ്ലി, കാലിന്റെ വിരലിൽ നിന്ന് 3 വിരലിന്റെ അളവ് കാണുന്നുണ്ട്. അപ്പൊ അത് വിരലിന്റെ ഭാഗത്താണ് നേരെ വിരൽ തന്നെ കാണാം. കീറല് വിരലിന്റെ ഭാഗത്ത് അല്ലെങ്കിലോ, അല്ലെങ്കിൽ പിന്നെ അതിന്റെ അളവ്. അപ്പൊ ആ 3 വിരല് കാണാൻ പറ്റുന്ന അത്രയും കീറലാണെങ്കിൽ വലിയ കീറലാണ്, അപ്പൊ തടകാൻ പറ്റൂല. അതിനേക്കാൾ കുറവാണെങ്കിലോ അതാ വൈങ്കാന അക്കല്ല മിൻസാലിക്ക ജാസ. അപ്പൊ 3 വിരലിന്റെ അളവില്ലാത്ത ഒരു കീറലാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ തടകല് ജായിസാണ്. പിന്നെ വലായ ജൂസുൽ മസ്ഹു അലൽ ഖുഫൈനി ലിമൻ വജബ അലൈഹിൽ ഗുസ്ലു. ഇനി നേരത്തെ പറഞ്ഞ തന്നെ കുളി എന്താണ് നിർബന്ധാക്കുന്ന അശുദ്ധിയെ തൊട്ട് തടയുക എന്നല്ലേ പറഞ്ഞേ? അല്ല, വുളു നിർബന്ധാക്കുന്ന അശുദ്ധിയെ തൊട്ട് തടയുക എന്ന് നേരത്തെ പറഞ്ഞ. അപ്പൊ കുളി നിർബന്ധാക്കുന്ന വലിയ ശുദ്ധി ഉണ്ടായ ആള് തടകാൻ പാടുണ്ടോ? അത് പാടില്ല എന്ന് നേരത്തെ പറഞ്ഞു, മനസ്സിലായി. അതിന് പറയുന്നത് വലായ ജൂസുൽ മസ്ഹു, ഹുഫ തടകൽ ജായിസ് അല്ല അലൽ ഹുഫൈനി, ആ 2 ഹുഫന്റെ മേൽ തടകൽ ജായിസ് അല്ല. ലിമം വജബ അലൈഹിൽ ഗുസ്ലു, ഒരാളിന് അവന്റെ മേലിൽ കുളി നിർബന്ധമായിട്ടുണ്ട്. പിന്നെ അപ്പൊ അതിന് കാരണം എന്ന് പറഞ്ഞാല് കുളി നിർബന്ധാകലും ആകുക എന്ന് പറഞ്ഞത് എപ്പോഴും ഉണ്ടാകുന്നതല്ലല്ലോ. ഈ ഹുഫ ധരിച്ചാൽ അതിങ്ങനെ ഊരൽ പ്രയാസം, എപ്പോഴും ഊരുക ഇടുക എന്നുള്ളത് പ്രയാസമല്ല. ചെരുപ്പിടും പോലെ ഇടാൻ കഴിയുന്ന സാധനമല്ല ഈ ഹുഫ എന്ന് പറഞ്ഞാൽ. കാരണം അതിനിങ്ങനെ സാക്കുണ്ടാവും. അപ്പൊ അത് ഊരിയ ഇടുകയും ചെയ്യുന്നതിന്റെ പ്രയാസം കൊണ്ട് അനുവദിച്ചതാണ് ഈ ഹുഫ തടകല് എന്നുള്ളത്. അപ്പൊ കുളിക്കലിന് അങ്ങനെ പ്രയാസമല്ലല്ലോ, അതെപ്പോഴെങ്കിലും ഒന്നും ഉണ്ടാകുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ആ കുളിയും എന്ന പോലെ ഒതുവും തമ്മിൽ ഇവിടെ വ്യത്യാസപ്പെട്ട അതുകൊണ്ടാ. അപ്പൊ കുളിക്കുമ്പോ ഹുഫ അടയ്യാ പോരാ, ഒതു എടുക്കുമ്പോ പറ്റും ഈ പറഞ്ഞ രീതിയിലാണ്. ഇനി ഹുഫ തടകല് മുറിയുന്ന കാര്യങ്ങൾ അതാ ഇനി പറയുന്നു. നവാഖിദുൽ മസ്ഹി അലൽ ഹുഫ്.